കുഴപ്പമായി. എന്താടോ? കല്ലൻ ചാക്ക് സിയെ ചെറിയാൻ പൊക്കി. ആരോ ഒറ്റിയതാ, മഫ്തിയിലാ വന്നേ. സർക്കിൾ ഓഫീസിലേക്കാ കൊണ്ടുപോയിരിക്കുന്നത്. ചെറിയാനല്ലെങ്കിലും നമ്മളോടത്ര സുഖത്തിലല്ലോ. നീ SI മധുനെ വിളി. തല്ലും ചവിട്ടും കിട്ടുമ്പോ അവനുള്ള സത്യം പറയില്ലേ? ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഞാനാ നീലാണ്ടൻ, SI അല്ലേ? ഉവ്വ. ഓഹോ, സബ് ജയില. ശരി, അങ്ങനെ ചെയ്യാം. റിമാൻഡില്ല, സബ് ജയില. അവിടം വരെ പോണം, വണ്ടി റെഡിയാക്ക്. അവൻ കുറ്റം ഏറ്റിരിക്കുക. ചതയ്ക്കാൻ ഇനി 1 ഇഞ്ച് സ്ഥലം ശരീരത്ത് ബാക്കിയില്ല മുതലാളി. ഈ തടി പോക്ക. ഇനി ഇതുകൊണ്ട് ജോലി എടുത്ത് കഴിയാവും തോന്നുന്നില്ല. എന്ത് സഹായത്തിനും ഞാൻ പുറത്തുണ്ട്, പേടിക്കണ്ട. എന്നങ്ങനെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായില്ലോ സാറേ. പിന്നെ വളച്ചു കെട്ടാതെ കാര്യം ഞാനങ്ങ് പറയാം. ഒരു തുക കൈ കിട്ടണം. പെണ്ണും പിള്ളേരും പട്ടിണിയാകരുതല്ലോ. എന്താ വേണ്ട? 5 ലക്ഷം. ഇതിലൊരു പേശൽ വേണ്ട. എന്റെ അളിയൻ വരും, തുക അവന്റെ കിട്ടണം. അതിനെന്തെങ്കിലും മാറ്റം വന്നാ ഉള്ള സത്യം കോടതിയിൽ തുറന്നു പറഞ്ഞ് ഞാൻ തടിയൂരി എടുക്കും. ഈ 5 എന്നൊക്കെ പറയുന്നത് മുതലാളിക്കൊരു തുകയാണോ? ഏറ്റു. അവൻ സന്ദർഭം മുതലെടുക്കുകയാണ്, കള്ളപ്പന്നി. ഇനി അത് നോക്കണ്ട, പെട്ടുപോയില്ലേ. എങ്ങനെയെങ്കിലും തലയൂരി എടുക്കുകയാണ് ഇപ്പൊ വേണ്ടത്. 5 ലക്ഷം. മേലേടത്തെ പറമ്പ് അല്ലേ വരേ? ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരുടെ അടുത്താ കാശ് തരാണ്ടാവുക? ഓരോരുത്തരെയും കൈ അയച്ച് സഹായിക്കുമ്പോ ഞാൻ പണ്ടേ പറയാറില്ലേ, നമുക്കൊരാപത്ത് വരുമ്പോ ആരും ഉണ്ടാവില്ലാന്ന്. ഇപ്പൊ അനുഭവത്തിൽ വന്നില്ലേ? താൻ പുരാണം വിളമ്പാതെ പറമ്പിന് ഒരാളെ പറയടോ. കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാൻ നിങ്ങളൊക്കെ ഒന്ന് വാതുറക്ക്. ആളെന്ന് വെച്ചാ ഇപ്പൊ റെഡി ക്യാഷ് കയ്യിലുള്ള ഒരാളേ ഉള്ളൂ, വീരാൻകുട്ടി. അവനോ? അതാ സത്യം. നാണക്കേട് ഓർക്കണ്ട. വേറൊരു വഴി ഇല്ലാത്തോണ്ടാ അവനെ തന്നെ കാണാം. ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു, ഇടനിലക്കാരൊന്നുമില്ലാതെ നീലൻ തന്നെ നേരിട്ട് വന്ന് സംസാരിക്കണമെന്നാ അവൻ പറഞ്ഞത്. മനസ്സിലായി. വേറൊരു വഴിയില്ല അല്ലേ വരേ? ഇല്ല, സമയവും നമ്മുടെ കയ്യിൽ കുറവാ. എനിക്ക് ഇങ്ങളോട് ഒരലോഹ്യല്ല എന്നെ. ഇങ്ങളെ കൊണ്ട് അന്ന് അങ്ങനെ പറയിപ്പിച്ചതും ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുത്തിച്ചു എല്ലാം പടച്ചോന്റെ ഒരു കളി. എന്നാ ഞാൻ എന്റെ വില അങ്ങ് പറയാം. എന്താ വരേ? ഒരു 6 ഉറുപ്പ്യക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം. വീരാൻകുട്ടി, അത് വല്ലാണ്ട് കുറവല്ലേ? സെന്റിനൊരു... എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സമ്മതമാണ് ഈ കച്ചവടം ഉറപ്പിക്കാം. ഫുൾ ക്യാഷ് ഇപ്പൊ തന്നെ കൈത്തരും. വീരാൻകുട്ടി മുമ്പ് പറഞ്ഞത്... മുമ്പ് പറഞ്ഞാലേ നിങ്ങൾ മാറ്റിയില്ലേ? അതിൽ കൂടുതൽ വില ഞാൻ കാണുന്നില്ല. വരേ, അത് ഉറപ്പിച്ചോളൂ. നീല പറഞ്ഞ പോലെ ചെയ്യൂ. എന്നാ അങ്ങനെ തന്നെ. വാപ്പാ, അതിങ്ങോട്ട് എടുത്തോളി. ഫുൾ ക്യാഷാ. അതാ വീരാൻകുട്ടിയുടെ കച്ചവടം. എഴുതിക്കലും അടക്കലും ഒക്കെ നമുക്ക് വഴിയെ നടത്താം. എന്താ വരേ? വാപ്പാ, നിങ്ങൾ തന്നെ അത് മേനോൻകുട്ടിയുടെ കയ്യിലങ്ങോട്ട് കൊടുത്തേക്ക്. വരേ. മേലേടത്തെ പറമ്പ് കയ്യിന്ന് പോയിന്ന് വെച്ചാ വരുമാനത്തിന്റെ 1/3 നഷ്ടപ്പെട്ടു എന്നാ. ഏത് കണ്ണുപൊട്ടനും 10-12 രൂപ തരുന്ന വസ്തുവാ 6 രൂപയ്ക്ക് അവൻ തട്ടിയെടുത്തത്. പോട്ടെ വരേ, അങ്ങനെ നഷ്ടപ്പെട്ടത് എന്തെല്ലാം ഉണ്ട്. വരേ, ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യ. ആ തലവര അല്ലാതെ എന്താ ഞാൻ പറയാ? എന്നാ ഇനി ചിന്തിച്ച് ഞാൻ പ്രയാസപ്പെടണ്ട. ഞാൻ ഇങ്ങനെ തന്നെയാ. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ, അത്ര തന്നെ. ഇതൊന്നും അല്ലാത്തൊരു നീലണ്ടെന്ന് വെച്ചാ അത് മറ്റാരും ആയി പോവും. എങ്ങടാ മാഷേ? എങ്ങോട്ടും ഇല്ല. എന്നാ കേറാ. ഇല്ല, പോട്ടെ. അതെന്ത് പറച്ചില്ല മാഷേ? ഇങ്ങോട്ട് കയറൂന്നേ. വേണ്ട, എന്നെ വിട്ടേക്കൂ. ഇല്ല, തൽക്കാലം നിങ്ങളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കേറിയില്ലേ നീലണ്ട പൊക്കിയെടുത്ത് ജീപ്പിലിടും. നല്ല കുട്ടിയായിട്ട് കേറിക്കേ.
മാഷില്ലേ? ആരാ? അർബൻ ബാങ്കിൽ നിന്നാ. റവന്യൂ റിക്കവറി. കൊടുക്കാവുന്ന അവധിയെല്ലാം കഴിഞ്ഞു. ഇനി ജപ്തിയല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങളോട് സഹകരിക്കണം. അത് അച്ഛനും കൂടി ഇവിടെ ഇല്ലാത്തപ്പോ. ഞങ്ങൾ അയച്ച രജിസ്റ്റർ നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റിയതല്ലേ, ആ നിലയ്ക്ക് കാക്കേണ്ട കാര്യമില്ല. നിൽക്കൂ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ ഇവിടെ ഇപ്പോ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഉടനെ വരാം. മോളെ ശാരദ, ചേച്ചി ഇപ്പോ വരാം. മാഷേ, അപ്പു മാഷേ, എങ്ങട്ടാ കുട്ടിയെ നട്ടുച്ചയ്ക്ക് വേണ്ടണേ? അച്ഛനെ കണ്ടോ ചോദിപ്പേ? മാഷ് മംഗലശ്ശേരിയിലെ വണ്ടിയിൽ പോണത് കണ്ടല്ലോ. എന്താ കാര്യം? മാഷ് ഇങ്ങനെ മിണ്ടാട്ടം ഇല്ലാതിരിക്കണേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മാഷേ, എനിക്കതിലെ പ്രയാസമുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാ? പിന്നെ മോളുടെ തീരുമാനം അത് മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു പിടിവാശിയുണ്ടോ? എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ? അവളൊരു ഗതിയില്ലാത്തവന്റെ മോളായതുകൊണ്ട് നാണവും മാനവും പാടില്ലെന്നാ? എല്ലാം എല്ലാം എത്രയോ കാലമായിട്ട് ഞാൻ എന്റെ മോളെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി അരച്ച് കളഞ്ഞില്ലേ താൻ? എന്നിട്ട് തനിക്ക് എന്ത് കിട്ടിയടോ നീലകണ്ഠ? തന്റെ ധാർഷ്ട്യം അഴിച്ചു മാറ്റി ആ ചെലങ്കയിലെ ഓരോ മണികളും ആ കുട്ടി എത്രയോ വർഷത്തെ കണ്ണീര് കൊണ്ട് ഉരുക്കിയെടുത്തതാണെന്ന് തനിക്കറിയോ? അറിയില്ല. അറിയണമെങ്കിൽ ദാ ഇതിനകത്ത് 3 അക്ഷരമുള്ള ഒരു വസ്തു വേണം. പൊറുക്കണം. ഉള്ളിലെ വേദന എല്ലാം കൂടെ പുറത്തു വന്നപ്പോ കണ്ണു കണ്ടില്ല. പൊറുക്കണം. പക്ഷേ ആശ്വസിപ്പിക്കാൻ പറയേണ്ട നല്ല വാക്കുകളൊന്നും എന്റെ നാക്കിൽ വരില്ല. ഹൃദയമില്ലാത്തവനാ, ദുഷ്ടനാ. പക്ഷേ നിങ്ങളുടെ ഈ കണ്ണീര് എന്റെ ഉള്ളിൽ വീണ് പൊള്ളുന്നുണ്ട്. അതെനിക്ക് നെഞ്ചു കയറി കാണിച്ചു തരാൻ കഴിയില്ല. കുറ്റമേറ്റു പറഞ്ഞും പ്രായച്ചിത്തം ചെയ്തും അനുഭവമില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പറയൂ, ഞാൻ എന്ത് വേണം പറയൂ മാഷേ. ഈ മുഖത്ത് നോക്കി ദേഷ്യം എന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ ഈശ്വര. ജപ്തി ചെയ്ത് ഇറക്കി വിടുക പറഞ്ഞാല് ഓരോരുത്തർ പറയണ കേട്ടിട്ടേ ഉള്ളൂ. ബന്ധത്തിൽപ്പെട്ട ഒരു കൂട്ടർക്ക് തന്നെ ആ ഗതി വന്നു ഓർക്കുമ്പോ. അപ്പുവേട്ടന്റെ ദുശീലം കൊണ്ട് തന്നെ പറ്റിയതല്ലേ? ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വാസോട്ടാ, ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണ്ടേ? മനുഷ്യരായാല് ഡാൻസ് പഠിച്ചിട്ട് പേരെടുക്കാന്നൊക്കെ പറഞ്ഞാല് അത് അഷ്ടിക്ക് വകയില്ലാത്തവർക്ക് പറഞ്ഞതല്ല. പുരാണം പറഞ്ഞിരുന്നിട്ട് എന്താ? ഉറക്കം വരണം. വിരിച്ചിട്ടുണ്ട്, വാസോട്ടൻ കിടന്നോളൂ. നിങ്ങളുടെ അച്ഛൻ ഏത് പാതിരാക്കാ വരിക? വിവരമൊന്നും അറിയാണ്ട് എവിടെയെങ്കിലും കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കണുണ്ടാവും. ആ ചായപ്പില് പായും തലോണയും കാണും. അവിടെ കിടന്നോളൂ രണ്ടുപേരും. ഇറങ്ങിപ്പോയാലോ ഭാനുവച്ചി? ഈ കുത്തിയുള്ള വർത്താനം സഹിക്കുന്നില്ല. സഹിച്ചേ പറ്റുമോളെ. നമ്മൾ 2 പെൺകുട്ടികളായി പോയില്ലേ? മോളെ, വേണ്ട, ഒന്നും പറയണ്ട. കുറെ കള്ളുടിയന്മാരുടെ നടുവില് സ്വബോധമില്ലാതെ ഒരു കോമാളിയെ എന്റെ അച്ഛനെ കണ്ടപ്പോ തൊലി ഉരിഞ്ഞു പോയി. നാണക്കേടുണ്ട്. എന്താ എന്റെ അച്ഛൻ ഇങ്ങനെയായി പോയത്? മോളെ, ഞാൻ
വേണ്ട, കരഞ്ഞ ആളുകളെ ഉണർത്തണ്ട. എന്തോ ഔദാര്യത്തിന്റെ പേരില് ചാരക്കുണ്ടിലെ നായ്ക്കളെ പോലെ കഴിയണം ഇവിടെ. രാത്രി ഇങ്ങനെ ഇറക്കി വിട്ട പോകാൻ ഇടമില്ല, ഓർത്തോളൂ. ആ നാണയമേന്ന് വരുന്ന ഒരു സംശയ. അത് കഴുകി കഴിഞ്ഞാ നീ ഇതൊന്ന് നനച്ചിട്ടേക്ക് ശാരദേ. ആ വേണ്ട ഭാനുവച്ചി, അവിടെ ഇട്ടേക്കൂ, ഞാൻ നനച്ചോളാം. സാരില്ല മോളെ. ഇപ്പളാ അവിടെ വിവരം അറിഞ്ഞത്. അപ്പൊ തന്നെ നീലൻ അയക്കായിരുന്നു. എന്താ വേണ്ടേന്ന് വെച്ചാ ചെയ്യാ. മാഷയും മക്കളെയും കഴിയുമെങ്കിൽ ഈ വണ്ടി തന്നെ വിളിച്ചോണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കണേ. അവിടത്തെ പത്തായപ്പുരയിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വേണ്ട, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കില്ല എന്ന് വെച്ചാ നിങ്ങൾ എവിടെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാന്ന് പറയൂ. നിർബന്ധിക്കാൻ വയ്യ. അങ്ങനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇഷ്ടം പോലെ ചെയ്യൂ മോളെ. അങ്ങനെ വിളിക്കാലോ. തെമ്മാടിത്തം ഇത്രയേറെ കയ്യിലുണ്ട്. എന്നാലും നീല ഹൃദയമുള്ളവനാ. ആരെക്കാളും കൂടുതൽ ആ ഉള്ളു കണ്ട ഒരാളായതുകൊണ്ട് പറയാ. അയാൾക്ക് മനസ്താപണ്ടേ, പുറത്തു കാട്ടാൻ അറിയില്ല, അത്രേ ഉള്ളൂ. ഞാൻ ഇറങ്ങാം മാഷേ. മറിച്ച് തോന്നുന്നൊരു സമയം മടിക്കണ്ട. പടിപ്പര തുറന്ന് തന്നെ കിടക്കും. വന്നു അല്ലേ ഊരി തണ്ടി? ഓ തമ്പുരാനെ. ഇടോ പെരിങ്ങോടോ, താൻ എവിടായിരുന്നടോ? വടക്കോട്ടൊരു യാത്ര. വഴിക്കൊരു സായിപ്പിനെ കൂടെ കിട്ടി. മൂപ്പർക്ക് ഇടയ്ക്ക് പഠിക്കണത്രേ. ജർമ്മനിലേക്ക് കൂടെ കൊണ്ടുപോവാന്ന് വരെയായി. അത് നമുക്ക് പറ്റില്ലല്ലോ. സായിപ്പിനോട് സലാം പറഞ്ഞു. ചിലർ തന്നോട്ടോ എടുക്കാൻ. അങ്ങനെ പിന്നെ എങ്കടാ ചിന്തിക്കുമ്പോഴാ കള്ളകൃഷ്ണൻ ഒന്ന് കാണാൻ തോന്നിയത്. 2 ദിവസം ഗുരുവായൂർ കിടന്നു. പിന്നെ സായിപ്പ് വന്നത് തീർന്നു കാണും അല്ലേ? ഉവ്വ്, അതല്ലേ തന്റെ അടുത്തേക്ക് പുറപ്പെട്ടെ. ആ തള്ള ഒരുത്തി ഒറ്റയ്ക്ക് കഴിയല്ലേ? അതിന്റെ വിവരം വല്ല അറിയാറുണ്ടോ? അസുഖമൊന്നുമില്ല, ഒന്ന് പോണം. വാര്യരോട് പറഞ്ഞ് ഞാനൊരു മണി ഓർഡർ അയച്ചിരുന്നു. കിട്ടിയിട്ടുണ്ടാവും. സ്വന്തം മോനായ എനിക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കണേ. നന്ദിയുള്ള കൂട്ടത്തിലാ. ചെല്ലേ, കഥകളൊക്കെ വയറ്റി വല്ലം ചെന്നിട്ടാ. ആദ്യം വിസ്തരിച്ചൊരു കുളി, പിന്നെ നന്നായിട്ടൊരു ഊണ്. ഇരിപ്പില്ലേ, കാണാതിരിക്കില്ല. ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണ്ടോ താൻ? എവിടെ, എന്നെ കാണുമ്പോ മേടിച്ച് 2 തട്ട് അത്രേ ഉണ്ടാവുള്ളൂ. തുടക്കട്ട് വെക്ക, ഒന്നും മുഴുമിപ്പിക്കില്ല. അതല്ലേ പ്രകൃതം. താൻ ഈ ചുറ്റലൊക്കെ മതിയാക്കി കുറച്ചു ദിവസം സ്വസ്ഥായിട്ട് വിട്ടിരുന്ന ഞാൻ പ്രാക്ടീസ് തുടങ്ങാം. എന്താ? ആഗ്രഹില്ല എന്നിട്ടല്ല, തന്റെ കൂടെ കഴിയാന്ന് പറഞ്ഞാല് എനിക്കും പലതും പഠിക്കാനുള്ള അവസര. പക്ഷേ മനസ്സ് സമ്മതിക്കണ്ടേ. ഈ അലച്ചില് അത് നിർത്താൻ വയ്യടോ. ഒരു കണക്കിന് താൻ ഭാഗ്യവാനാ. തോളത്തൊരു മാറാപ്പും ഇരുപുറം തേഞ്ഞൊരിടക്കയും. അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക്. കൂടില്ല കൂട്ടില്ല, പരമസുഖം. താനൊന്ന് പെരുക്കണത് കേൾക്കാൻ കൊതിയായി പോകണം. മേളത്തിരി ദൂരേന്ന് കേട്ടു. പെരിങ്ങോട് ശങ്കരമാരാരുടെ കൈവഴക്കം. അപ്പോ ജീവനോട് ഉണ്ടല്ലേ? അത് ബോധ്യപ്പെടുത്താനാണല്ലോ ഈ യാത്ര. എന്തായി വാര്യ? ഇല്ല, വരില്ലാന്ന് ഭാനുമതിയാ പറഞ്ഞേ. ആ കുട്ടി ഇത്തിരി മനസ്സുറപ്പുള്ള കൂട്ടത്തിലാ. എന്താ ചെയ്യാ, നമ്മുടെ മാന്യത നമ്മൾ കാണിച്ചില്ലേ. ഇനി അത് ഓർത്ത് പ്രയാസപ്പെടണ്ട. പ്രയാസോ? ആർക്ക്? എന്തിന്? എന്റെ ആരാണവര് പ്രയാസപ്പെടാൻ? സ്വന്തം അമ്മ ഈ പടി ഇറങ്ങിയിട്ട് വർഷം 3 ആവുന്നു. നീലാണ്ടൻ ഇളകിയോ? നീലാണ്ടൻ കുലുങ്ങണെങ്കിലേ ഇത്തിരി പ്രയാസപ്പെടും കേട്ടോ. കോന്തന്മാര് മതി മതി, ഇനി അതുമ്മ പിടിച്ച് തൂങ്ങണ്ട.
ആരുടെ ചേച്ചി കത്ത്? പണിക്കർ സാറിന്റെ. ഇതാ മാരാത്ത പിള്ളേരുടെ കയ്യിലെങ്ങാൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ. ചേച്ചിയുടെ തീരുമാനം? ഇല്ല മോളെ, ഇനി എനിക്ക് ചിലങ്ക കെട്ടാനാവില്ല. നീ ചെല്ല്. ലീല എവിടെ? ഉറങ്ങ. വിളിക്കണ്ട, നീ പോയി ചോറെടുത്ത് വെക്ക്. എടി, നിനക്ക് ഇത്ര ധൈര്യമല്ലേടി? ഇതിലപ്പുറം ധൈര്യം എന്തേലുണ്ട്? പുറത്തെടുക്കാൻ അവസരം ഉണ്ടാക്കണ്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞേക്കൂ. നീ പ്രസംഗിക്കൊന്നും വേണ്ട. ദേഹത്തൊന്ന് മുട്ടി ഒരുമി കൊഞ്ചിപ്പുഴയും വന്നാലേ ഞാനൊരു പുരുഷനാ. പുരുഷനോ? തനിക്ക് ആ വാക്ക് പറയാൻ അർഹതയുണ്ടോടോ? ഇറങ്ങിക്കോടാ എന്റെ വീട്ടിൽ നിന്ന്. അറുവാണിച്ചുള്ള കയറ്റി കിടത്തിട്ട് ഒടുക്ക എന്റെ കുട്ടികൾക്ക് അച്ഛനില്ലാണ്ടാവും. ആട്ടക്കാരിയല്ലേ? പുരുഷന് മയക്കം വിദ്യകൾ എന്തെല്ലാം കാണും. നിർത്തടി, മതി. ഇനി എന്റെ കുട്ടികളെ ദുഷ്ടത്തെങ്കിലും പറഞ്ഞാൽ കൊത്തി അറിഞ്ഞുകളെ ഞാൻ. ഭാനു, കൈ കൊണ്ടുവന്ന് എന്താ വെച്ചാ എടുത്തോ, എന്നിട്ട് ഇറങ്ങാ. അച്ഛാ. വാ മോളെ. ഇല്ല അച്ഛാ, എനിക്ക് കഴിയില്ല. ഭാനു, വേറെ എന്തെങ്കിലും ഒരു വഴി തെളിയണ വരെ ഇതേ അച്ഛൻ നോക്കിയിട്ടൊരു നിവൃത്തിയുള്ളൂ. അയാൾ എന്റെ ജീവിതം തന്നെ തകർത്ത മഹാപാപി ആയിരിക്കാം. പക്ഷേ എന്റെ മക്കളുടെ മടുക്കുത്തി കയറി പിടിക്കാൻ അവിടെ ആരും വരില്ല, അതെനിക്ക് ഉറപ്പാ. ഇപ്പോ അച്ഛൻ ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാ. വാ മോളെ. അച്ഛനാ പറയുന്നേ, കൂടെ വരാൻ. ആഹാ, വരിക. ദാ ഇതിലെ പത്തായപ്പുരയില് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുറവ് തോന്നിയ എന്നെ വിളിക്കാൻ മറക്കരുത്. വരിക കുട്ടികളെ. എന്താ ഇപ്പൊ കുടിക്കാൻ എടുക്കേണ്ടത്? ചായയോ സംഭാരോ? ഭക്ഷണം എന്താ വേണ്ട വെച്ചാ പറയണം. ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. നല്ല കഥയായി. നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ. പിന്നെ ഞാനെന്തിനാ? ഒരു ജോലിയും ചെയ്യിക്കണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ. വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കരുതേ. തറവാട്ട് മഹിമയും പാരമ്പര്യമൊന്നും എനിക്ക് വലിയ കാര്യമല്ല. എന്റെ മകളെ പട്ടിണിക്കിടാതെ നോക്കുന്ന ഒരുത്തരാവണം, അത്രേ ഉള്ളൂ. എന്താ പക്ഷേ ഇപ്പൊ പൊറുതി മംഗലേശ്വരിയിലാണെന്ന് കേട്ടു. നീലാണ്ടൻ ഇപ്പൊ എന്നെ വെച്ചോണ്ടിരിക്കുന്ന മൂത്തേനാണോ? ഇളയതിനെ ഇറക്കുന്നുണ്ടെങ്കിൽ പറയണം. മുണ്ടക്കൽ ശേഖരന് താല്പര്യമുണ്ട്. ശേഖരന്റെ ഉള്ളത് ഇന്ത്യൻ ഉറുപ്പി തന്നെയാ. ഇതാ നാട്ടിലെ വർത്തമാനം എന്ന് വെച്ചാ ആ കുട്ടിക്ക് ഒരു ആലോചന കൊണ്ടുവരാൻ എങ്ങനാ പക്ഷെ എനിക്ക് കഴിയാ? മനസ്സില്ലെങ്കിൽ
പബ്ലിക് റോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ധിക്കാരം പറയുന്നു. ആ പറയും, അതാ ശീലം. താനായിട്ട് വിചാരിച്ചാ മാറ്റാനാവില്ല. പോ പോ. താനെന്താ ഭീഷണിപ്പെടുത്തുക? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നുകളയും ഞാൻ. മടിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. വാടാ. ശേഖറിന്റെ എച്ചിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറ. മുമ്പ് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. ഇനിയും വേഷം കിട്ടെടുത്താ അറിഞ്ഞോണ്ട് ഞാൻ അബദ്ധം ചെയ്യും. അപവാദം പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നീലകണ്ഠന്റെ സ്വഭാവം അത്രയ്ക്ക് പ്രസിദ്ധാണല്ലോ. അനുഭവിക്കണ്ടേ, ദൈവനിശ്ചയായിരിക്കും. മാഷ് വിഷമിക്കരുത്. ഇനി ഒരുത്തനും ഏഴിലക്കരയിൽ വാ തുറക്കില്ല. 1000 കുടത്തിന്റെ വായടയ്ക്കാം, എന്നാൽ ഒരാളുടെ അടയ്ക്കാത്ത വാ തുന്നി കെട്ടാൻ എനിക്കറിയാം. അത് എനിക്ക് വിട്ടേക്കൂ. മാഷ് അതൊന്നും ഓർത്ത് വെറുതെ മനസ്സൊരുക്കണ്ട. ആ പിന്നെ ഇതിന്റെ പേരില് ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട. അപ്പോ അവര് ജയിച്ചു എന്നാവും. ഞാൻ കാരണം നിങ്ങളാരും തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല. എഴുത്തച്ഛനെ അമ്മ അയച്ചതാ. ആ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അയച്ചിരിക്കുന്നത്. കാണണമെന്ന് കലശലായ മോഹമുണ്ട്, അതുകൊണ്ടാ. ആ പൊയ്ക്കോളൂ. വരില്ലാന്നറിഞ്ഞ മനോവിഷമം ഉണ്ടാവും. മനോവിഷമം ഉണ്ടാവണ്ട, വരണുണ്ട്. നടന്നോളൂ, ഞാൻ പുറകെ എത്തി. ആ എന്റെ ശിവനെ, ഇതെന്ത് പറ്റി? ഒന്ന് കാണാന്ന് കരുതാൻ. കാണാൻ മാത്രല്ലടോ, കൂട്ടിക്കൊണ്ടുവരാൻ കൂടാ പോണ. എന്താ ഞാൻ ഈ കേക്കണേ? അമ്മ വേണം. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പത്തായപ്പുരയെ താമസിക്കുന്ന പെൺകുട്ടികളെ പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ. പിന്നെ കൂടെ പൊറുക്കാൻ കരളുറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണി ലോകത്തുണ്ടെങ്കിൽ 4 ആൾ അറിയെ വിളിച്ചോണ്ട് വരണം. ഈ പെണ്ണുപിടിയം പട്ടം ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കണമല്ലോ. എനിക്കിനി മരിച്ചാ മതി. അരുതാത്തത് പറയാടോ. മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ? അപ്പോഴല്ലേ ഒരു സുഖമുള്ളൂ.